ഒരു വിശ്വാസിയെ നരകത്തിലെത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു പാപമാണ് ശിർക്ക്. കാരണം വിശ്വാസിയായാൽ പിന്നീട് തന്നിൽ ശിർക്ക് സംഭവിക്കില്ലെന്ന ധാരണ അവനിലുണ്ടാകും. അതുകൊണ്ട് തന്നെ തന്നിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളിൽ സംഭവിക്കുന്ന ശിർക്കിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അവനാകില്ല. അതു കാരണം അവനറിയാതെ ആ ശിർക്ക് അവനെ നരകത്തിലെത്തിക്കും. വഴിയറിയാതെ സഞ്ചരിച്ച് ചതുപ്പിൽ അകപ്പെടുന്നവനെ പോലെ. ഈ വിധം വിശ്വാസി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തരം ശിർക്കിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെ: അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെടാത്തതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. തീർച്ചയായും അത് ദുർനടപ്പാണ്. തീർച്ചയായും പിശാചുക്കൾ നിങ്ങളോട് തർക്കം നടത്തുവാൻ വേണ്ടി അവരുടെ മിത്രങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അവരെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ മുശ്രിക്കുകൾ തന്നെയായിരിക്കും. അദ്ധ്യായം 6 വചനം 121. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു: ആയത്തിലെ പരാമർശം ബിംബങ്ങളുടെ നാമമുച്ചരിച്ച് അറുക്കപ്പെട്ടതാണ്. ബിംബങ്ങളുടെ ദിവ്യത്വത്തിൻ്റെ പേരിൽ അറുക്കപ്പെട്ടതിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അതിനർത്ഥം അവരുടെ ദിവ്യത്വത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നതാണ്. അതാണ് ഷിർക്കിനെ അനിവാര്യമാക്കുന്നത്. ഇവിടെ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നബിയുടെ അനുചരന്മാരെയാണെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അവരുടെ വിശ്വാസത്തിന് ഒരു മാറ്റവും വരുത്താതെ അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിൻ്റെ മാംസം ഭക്ഷിക്കുക എന്ന ഒരേ ഒരു പ്രവൃത്തി മാത്രം ചെയ്താൽ അവർ മുശ്രിക്കുകളാകും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിനു വിരുദ്ധമായ പ്രവൃത്തികൾ തന്നിൽ നിന്നും സംഭവിക്കുന്നില്ലെന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം എന്ന വസ്തുതയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുടെ നാമത്തിൽ ചെയ്യുന്നതും അള്ളാഹുവിനോടോ അള്ളാഹുവിനോ മാത്രം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യം മറ്റുള്ളവരോടോ മറ്റുള്ളവർക്കോ ചെയ്യുന്നതും ശിർക്കാണെന്ന യാഥാർത്ഥ്യമാണ് ഈ ഖുർആനിക സൂക്തം വിശ്വാസിയെ ബോധ്യപ്പെടുത്തുന്നത്.